ഇഫ് യു ആർ എ നഴ്സിംഗ് സ്റ്റുഡൻറ്റ് യു ക്യാൻ റിലേറ്റ് ദിസ്. നിങ്ങൾക്ക് നഴ്സിംഗിൽ പാസ്സാവണം, നല്ല ഇൻറ്റേർണൽ മാർക്ക് കിട്ടണമെന്ന ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഫസ്റ്റ് ഇയർ മുതൽ ഫോർത്ത് ഇയർ വരെ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. Let's go. Okay, ma'am. Thank you, ma'am. Sorry, ma'am. It's my fault, ma'am. I will never repeat this, ma'am. You are right, ma'am. Yes, ma'am. No, ma'am. നിങ്ങൾ പുട്ടിന് പീര ചേർക്കുന്നത് പോലെ ഫസ്റ്റ് ഇയർ മുതൽ ഫോർത്ത് ഇയർ വരെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നഴ്സിംഗിന് ചേരുമ്പം വേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു 19 കെട്ട് A4 ഷീറ്റ് വേണം. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യമാണ് സ്കെച്ച് പെൻ, കളർ പെൻ, ഗ്ലിറ്റർ പെൻസിൽ, ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. സ്വന്തമായിട്ടൊരു സ്റ്റേഷനറി കട ഉണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ. നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫിന് കളറില്ലേലും നമ്മുടെ അസൈൻമെൻറ്റ്സ് ഒക്കെ കളർഫുൾ ആയിരിക്കും. പിന്നെ ലെറ്റർ എഴുതാൻ അറിയണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകണോ, ലെറ്റർ എഴുതിക്കോ. നിങ്ങൾക്ക് ക്യാൻറ്റീനിൽ പോകണോ, ലെറ്റർ എഴുതിക്കോ. നിങ്ങൾക്ക് വെള്ളം കുടിക്കണോ, ലെറ്റർ എഴുതിക്കോ. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പോകണോ, ലെറ്റർ എഴുതിക്കോ. ബേസിക്കലി യു നീഡ് ടു റൈറ്റ് എ ലെറ്റർ ഫോർ എവറിത്തിങ് എക്സെപ്റ്റ് ബ്രീത്തിങ്. ഇതൊന്നും കൂടാതെ വേറൊരു ലെറ്റർ ഉണ്ട്, എക്സ്പ്ലനേഷൻ ലെറ്റർ. എൻ്റെ ലൈഫിൽ ഞാൻ ലവ് ലെറ്റേഴ്സിനെക്കാട്ടിയും കൂടുതൽ എഴുതിയിട്ടുള്ളത് എക്സ്പ്ലനേഷൻ ലെറ്റർ. ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് തോന്നിയിട്ട് നഴ്സിംഗ് ആണോ അതോ വല്ല ലെറ്റർ റൈറ്റിംഗ് കോഴ്സ് ആണോ എന്ന്. പക്ഷെ എന്തുവാണേലും അവസാനം ബോണസ് ആയിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ പഠിക്കാൻ പറ്റും. ഞാൻ എന്തെങ്കിലും മിസ് ചെയ്തോ? കമൻറ്റ് വിച്ച് ലെറ്റർ യു റൈറ്റ് മോസ്റ്റ്.